നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. ഒക്ടോബർ 1 മുതൽ ഉള്ള മാറ്റങ്ങൾ നോക്കാം. സ്ഥിര പലിശ നിരക്കിനുള്ള ഓപ്ഷൻ നിർബന്ധമല്ല. വ്യക്തിഗത വായ്പകളുടെ പലിശ ക്രമീകരിക്കുമ്പോൾ ഫ്ലോട്ടിംഗ് നിരക്കിൽ നിന്ന് സ്ഥിര പലിശ നിരക്കിലെ ഫിക്സഡ് റേറ്റ് മാറാൻ ഉപഭോക്താക്കൾക്ക് അവസരം നൽകണമോ എന്ന് ഇനി ധനകാര്യ സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാം. റിസർവ് ബാങ്ക് ഇത് സംബന്ധിച്ച വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തു. ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഇതുവരെ നിബന്ധനമായും ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ഓപ്ഷൻ നൽകണമെന്നായിരുന്നു ആവശ്യം. ഇനി ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം നൽകിയാൽ മതി. വായ്പാ കാലാവധിക്കുള്ളിൽ എത്ര തവണ പലിശ രീതി മാറാൻ ഉപഭോക്താവിനെ അനുവദിക്കണമെന്ന കാര്യത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള അധികാരം നിലനിർത്തിയിട്ടുണ്ട്. പലിശ വേഗം കുറയാം. ഭവന വാഹന വായ്പയുടെ അടക്കം പലിശയ്ക്ക് പുറമെ ചാർജ് ചെയ്യുന്ന പ്രവർത്തന ചെലവ് അടക്കമുള്ള സ്പ്രെഡ് 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം മാറ്റാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇതുവരെ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഇനി മുതൽ ഉപഭോക്താവിന് പ്രയോജനകരമെന്ന് ബോധ്യപ്പെട്ടാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് 3 വർഷമാകുന്നതിന് മുൻപ് തന്നെ ഇവ കുറയ്ക്കുവാൻ റിസർവ് ബാങ്ക് അനുമതി നൽകി. അങ്ങനെ ചെയ്താൽ വായ്പയുടെ പലിശ നേരത്തെ തന്നെ കുറയുമെന്നതാണ് മെച്ചം. ക്രെഡിറ്റ് റിസ്ക് പ്രീമിയം ഒഴികെയുള്ള മറ്റ് സ്പ്രെഡ് ഘടകങ്ങൾ 3 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മാറ്റാൻ ഇതുവരെ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ജനറൽ റിസർവേഷൻ ടിക്കറ്റിന് ആധാർ. ജനറൽ റിസർവേഷൻ ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ 15 മിനിറ്റിൽ IRTC വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ ഇന്നു മുതൽ ആധാർ നിർബന്ധം. രാവിലെ 8 മുതൽ 8:15 വരെയാണ് നിയന്ത്രണം. ഏജന്റുമാർക്ക് 30 മിനിറ്റിന് ശേഷമേ ടിക്കറ്റ് ബുക്കിംഗ് അനുവദിക്കുകയുള്ളൂ. റെയിൽവേ സ്റ്റേഷനുകളിൽ കൗണ്ടറിൽ നിന്ന് ആധാർ ഇല്ലാതെയും ജനറൽ ടിക്കറ്റ് എടുക്കാം. രജിസ്റ്റേർഡ് പോസ്റ്റ് സ്പീഡ് പോസ്റ്റിൽ ലയിക്കും. രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനം ഇന്നു മുതൽ സ്പീഡ് പോസ്റ്റുമായി ലയിക്കും. സാധാരണ സ്പീഡ് പോസ്റ്റ് എങ്കിൽ നിശ്ചിത വിലാസത്തിലായിരിക്കും ഡെലിവറി. നിശ്ചിത വ്യക്തി തന്നെ കൈപ്പറ്റണമെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റിന് ചാർജിന് പുറമെ 5 രൂപയോ GSTയും കൂടെ അടച്ചാൽ രജിസ്റ്റർ ചെയ്യാം. അതുമല്ലെങ്കിൽ OTP അധിഷ്ഠിത ഡെലിവറി ഏർപ്പെടുത്താം. പാർസൽ ലഭിക്കുന്ന വ്യക്തി ഫോണിലെത്തുന്ന OTP പോസ്റ്റ്മാന് പറഞ്ഞു കൊടുക്കും മാത്രമേ ഡെലിവറി നടക്കൂ. ഇന്നു മുതൽ സ്പീഡ് പോസ്റ്റ് വഴി രേഖകൾ അയക്കുന്നതിനും പാർസൽ അയക്കുന്നതിനും വ്യത്യസ്ത നിരക്കുകളായിരിക്കും. രേഖകൾ അയക്കുന്നതിന് പാർസൽ അയക്കുന്നതിനേക്കാൾ ചാർജ് കൂടും. ആധാർ അപ്ഡേഷൻ ഫീസ് കൂടും. ആധാർ സേവനങ്ങൾക്കുള്ള ഫീസ് ഇന്നു മുതൽ വർദ്ധിക്കും. ആധാർ എൻറോൾമെൻറ്റ് 5 മുതൽ 7 വയസ്സ് വരെ പ്രായക്കാർക്കും 15 വയസ്സ് മുതൽ 17 പ്രായക്കാർക്കുമുള്ള നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ എന്നിവയ്ക്ക് വ്യക്തികളിൽ നിന്ന് ചാർജ് ഈടാക്കില്ല. ഇനം നിലവിലെ ഫീസ് പുതിയ ഫീസ് ക്രമത്തിൽ. നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ 7 വയസ്സ് മുതൽ 15 വയസ്സുകാർക്കും 17 വയസ്സിന് മുകളിലുള്ളവർക്കും 100 രൂപയും 125 രൂപയുമാണ്. മറ്റ് ബയോമെട്രിക് അപ്ഡേറ്റുകൾ 100 രൂപയും 125 രൂപയും. പേര്, ജനനത്തീയതി, ജെൻഡർ, വിലാസം, മൊബൈൽ നമ്പർ അപ്ഡേഷൻ 50 രൂപയും 75 രൂപയും. പ്രൂഫ് ഓഫ് അഡ്രസ്, പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി അപ്ഡേഷൻ ആധാർ കേന്ദ്രം വഴി 50 രൂപ 75 രൂപ. പ്രൂഫ് ഓഫ് അഡ്രസ്, പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി അപ്ഡേഷൻ പോർട്ടൽ വഴി 25 രൂപ 75 രൂപ. KYC ഉപയോഗിച്ചുള്ള ആധാർ സെർച്ച്, കളർ പ്രിന്റ് ഔട്ട് 30 രൂപ 40 രൂപ. ചെക്ക് മാറിയെടുക്കാം അതിവേഗം. ബാങ്കിൽ നിന്ന് ചെക്ക് മാറിയെടുക്കുന്ന നടപടി വേഗത്തിലാക്കാൻ പുതിയ സംവിധാനം ഒക്ടോബർ 4 മുതൽ 2 ഘട്ടമായി റിസർവ് ബാങ്ക് നടപ്പാക്കും. ചെക്ക് മാറിയെടുക്കുവാൻ ഇനി ദിവസങ്ങൾ കാത്തിരിക്കേണ്ട എന്നതാണ് മെച്ചം. നിലവിലെ ചെക്ക് മാറി പണം ലഭിക്കാൻ കുറഞ്ഞത് 2 ദിവസം എടുക്കാറുണ്ട്. ഒരു ദിവസം ലഭിക്കുന്ന ചെക്കുകൾ ഒരുമിച്ച് ബാച്ച് പ്രോസസ്സിംഗ് നിശ്ചയ സമയത്ത് സ്കാൻ ചെയ്ത് അയക്കുകയാണ് നിലവിലെ രീതി. ഇതിന് പകരം ബാങ്കിൽ ചെക്ക് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ CDS സംവിധാനം വഴി സ്കാൻ ചെയ്ത് അയക്കാം. ഇതുവഴി മണിക്കൂറിനുള്ളിൽ തന്നെ പണം ലഭിക്കും. ഈ അറൈവൽ സംവിധാനം ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്ക് ഇൻഗ്രിമേഷനിൽ എത്തുമ്പോൾ ഇതുവരെ DSM ബാർക്കേഷൻ ഫോം പേപ്പറിൽ പൂരിപ്പിച്ച് നൽകേണ്ടിയിരുന്നു. ഇനി മുതൽ ഇന്ത്യയിൽ എത്തുന്നവർക്ക് 72 മണിക്കൂറിനുള്ളിൽ വരെ indianvisaonline.gov.in/earrival എന്ന വെബ്സൈറ്റിലൂടെ ഈ ഫോം ഡിജിറ്റലായി ഉപയോഗിക്കാം. eArrival എന്ന സംവിധാനം പൂർണ്ണ തോതിലാക്കുന്നതിൻ്റെ ഭാഗമായി 6 മാസം കൂടി പേപ്പർ ഫോമുകളും തുടരുന്നതാണ്.